നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? അപ്പോഴേ ഞാൻ പറഞ്ഞില്ല സാർ, ആ ശരവണൻ അവിടെ തന്നെ ഉണ്ടെന്ന്. ശരവണൻ അവിടെ ഉള്ളതുകൊണ്ടാ സെക്യൂരിറ്റി കയറ്റായിരുന്നത്. എങ്കിലത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ നമ്മൾ മണ്ടന്മാരാവാൻ പാടില്ലല്ലോ. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്താലോ? എങ്ങനെ? നിങ്ങൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോകുന്നു. ഒരു തവണ പോയതല്ലേ സാറേ? ഇത്തവണ പോകുന്നത് ആരെങ്കിലും കാണാൻ വേണ്ടിയല്ല, പകരം രോഗിയായിട്ടാ. എന്നുവെച്ചാ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ രോഗിയായിട്ട് അഭിനയിക്കണം. സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി ഗേറ്റ് കടത്തിവിടും. അകത്തെത്തിയ നമ്മൾ നമ്മുടെ തനി സ്വഭാവം കാണിക്കുന്നു. ശരി സാറേ, അങ്ങനെ ചെയ്യാം. ചാടിക്കേറി സമ്മതിക്കല്ലേ. ഈ പ്ലാൻ ഒരു റിസ്ക് ഉണ്ട്. നിങ്ങളിൽ ഒരാള് രോഗിയായിട്ട് അഭിനയിക്കാന്നാണല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. അകത്ത് കടക്കുമ്പോഴും അയാളെ രോഗിയായിട്ട് അവർ കണ്ടാലേ അത് പ്രശ്നമാവും. പിന്നെ അഡ്മിറ്റ് ചെയ്യും, ചികിത്സിക്കും. ആ ആശുപത്രിയിൽ എന്തൊക്കെ തരം ചികിത്സ ഉണ്ടെന്ന് അറിയില്ല. അതൊക്കെ രോഗിയുടെ ദേഹത്ത് പ്രവേശിക്കും. കറണ്ട് വരെ അടുപ്പിക്കാന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? അതെ. അതോർത്ത് സാർ വിഷമിക്കണ്ട. ആ കടമ്പയൊക്കെ ചാടിക്കിടക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട് സാറേ. രോഗിയായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് രോഗമില്ലാത്ത ആളായിട്ടും അഭിനയിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം സാറേ. അകത്ത് കടന്ന ശരവണനെ കണ്ടിട്ടേ ഞങ്ങൾ വരൂ. അത് വേണം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ പാട് മുഴുവൻ പെടുന്നത്. ശരവണൻ അവിടെ ഇല്ലെന്ന് സെക്യൂരിറ്റി തീർത്തു പറയുന്നു. ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ ഞങ്ങൾക്ക് വരാമല്ലോ. വേണമെങ്കിൽ പോലീസിന്റെ വരെ സഹായം തേടാം. തേടേണ്ടി വന്നാൽ തേടും. ശരവണനെയും കൊണ്ടേ നമ്മൾ ഇത്തവണ പുറത്തു വരൂ. അവൻ പറയാൻ ശ്രമിച്ചത് മുഴുവൻ നമുക്കറിയണം. അത് വെച്ച് ശരത്തിനെ പൂട്ടണം. നിങ്ങൾ ധൈര്യമായിട്ട് പോ, ഞങ്ങളുണ്ട് പുറകെ. പോട്ടെ സാർ. ഒരുപാട് നേരമായാ വന്നിട്ട്. എന്തിനെന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ നിന്നെ സഹായിക്കാൻ പോവുക. അതൊന്ന് പറഞ്ഞുറപ്പിക്കണ്ടേ? അതിനാ നിന്നെ വരാൻ പറഞ്ഞത്. നീ ഇതിപ്പോ എത്രാമത്തെ ആളെടാ കൊല്ലുന്നത്? മനസ്സിലായില്ല. നടേശൻ സാറിനെ എന്തിനാ നീ കൊന്നത്? ഞാൻ കൊന്നു? നോണ പറയാൻ നീ ശ്രമിക്കണ്ട. എല്ലാം എനിക്കറിയാം. നീ ആശുപത്രിയില് സാറിനെ കാണാൻ വരുമ്പോ തൊട്ടുള്ള സകല CCTV ഫൂട്ടേജുകളും എന്റെ കയ്യിലുണ്ട്. നിനക്ക് ആ വിഷയം എവിടുന്നാ കിട്ടിയത്? പിന്നെ എടാ ശരത്തെ, നീ ഒരു ക്രിമിനൽ ആണെങ്കിൽ നിന്നെയൊക്കെ പിടിച്ചകത്തിടുന്ന പോലീസാടാ ഞാൻ. എല്ലാ തെളിവും കയ്യിൽ വെച്ചിട്ടാ ഞാൻ സംസാരിക്കുന്ന. അത് ഞാൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്താ ആ നിമിഷം നീ അകത്താവും. മരിച്ചത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാ. നിന്നെ വച്ചേക്കത്തില്ല പോലീസുകാര്. ഞാൻ എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. നടേശൻ സാർ ആരാണെന്നറിയാലോ? ചന്ദ്രയുടെ അച്ഛൻ. ചന്ദ്ര ആരാണെന്നറിയാലോ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി. എന്നിട്ടും ഞാൻ ഈ വിവരം അവളോട് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോ ഇങ്ങോട്ടും ചിലതൊക്കെ പ്രതീക്ഷിക്കും. നീ അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാനെന്താ വേണ്ടത്? എനിക്ക് ക്യാഷിന് കുറച്ച് ആവശ്യമുണ്ട്. എന്നുവെച്ച് അധികം തുകയൊന്നും വേണ്ട. ഒരു 10 ലക്ഷം.
10 ലക്ഷം എനിക്ക് കിട്ടിയിരിക്കണം. 10 ലക്ഷവും? നിന്റെ ഭാവിയുടെ വിലയാണ് ചോദിക്കുന്നത്. 25 ചോദിച്ചാലും നീ തരുമെന്ന് എനിക്കറിയാം. എനിക്ക് അല്പം മാന്യത ഉണ്ടായിപ്പോയി, അതുകൊണ്ടാ 10 ഒതുക്കിയത്. തരാമെങ്കിൽ നീ അകത്താവില്ല, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. ആലോചിക്കാനൊന്നുമില്ല. 2 ദിവസം ഞാൻ സമയം തരും. അതിനുള്ളിൽ എനിക്ക് ക്യാഷ് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ 3-ാം ദിവസം സൂര്യൻ ഉദിക്കുന്നത് നടേശൻ വധക്കേസിലെ പ്രതിയെ പോലീസ് പിടിച്ചു എന്ന വാർത്ത കേട്ടോണ്ടായിരിക്കും. വേണ്ട, ഞാൻ തന്നോളാം. 10 ലക്ഷം രൂപ നിനക്കൊന്നും അല്ലെന്ന് എനിക്കറിയാം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഇവനുണ്ടായിരുന്നു കൂടെ. നമുക്ക് പോണ്ടേ? ഞാൻ റെഡി. പോട്ടടാ. അമൃതേട്ടാ, അമൃതേട്ടാ, ഈ മനുഷ്യൻ എവിടെ പോയി കിടക്കുവാ? അതിങ്ങോട്ട് വന്നേ മനുഷ്യ. എന്താ, എന്തിനാ വിളിച്ചു പോകുന്നേ? എന്റെ മാല കാണുന്നില്ലെന്നേ. അതല്ല ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ കുളിക്കാൻ പോയപ്പോ ഊരി വെച്ചിട്ട് പോയ മാലയാ. അലക്കും കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോ മാല കാണാനില്ല. അവിടെ തന്നെ കാണുന്നേ, നീ ശരിക്കും നോക്ക്. ഇല്ലെന്നേ, ഞാൻ എല്ലാവിടെ നോക്കിയതാ. അതാരോ എടുത്തതാ. ആരെടുക്കാൻ? നിങ്ങളല്ലേ എടുത്തത്? വെറുതെ തോന്നിയാസം പറയരുത്. എനിക്കെന്തിനാ നിന്റെ മാല? അല്ലെങ്കിൽ തന്നെ സ്വന്തം മുതൽ ആരെങ്കിലും കട്ടെടുക്കും. പിന്നെ എന്റെ മാല എവിടെ പോയി? എനിക്കെങ്ങനെ അറിയാം? ഈ മുറിയില് നമ്മള് രണ്ടുപേരും മാത്രമല്ലേ കേറാറുള്ളൂ. ഞാൻ എന്തായാലും എന്റെ മാല എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ആരെടുത്തു? നിങ്ങളല്ലേ എടുത്തത്? ഞാൻ എടുത്തിട്ടില്ലെന്ന്. എടുത്തെങ്കിലും എടുത്തെന്ന് പറയാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്? എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഈ കാര്യത്തിൽ ആണുങ്ങളെല്ലാം കള്ളന്മാരാ. ഒരിക്കലും സത്യം പറയത്തില്ല. പാവം പെണ്ണുങ്ങളെ അവര് പറ്റിക്കും. എന്നാലേ നീ വിശ്വസിക്കണ്ട. ഞാൻ എടുത്തെന്ന് തന്നെ അങ്ങ് കുട്ടിക്കോ. സത്യം പറ, ആ മാല നിങ്ങൾ എന്ത് ചെയ്തു? വിറ്റോ അതോ പണയം വെച്ചോ? ഇത് രണ്ടും അല്ല ചെയ്തത്. പിന്നെ ഞാൻ എടുത്തങ്ങ് വിഴുങ്ങി. നല്ല വിശപ്പായിരുന്നു. സ്വർണ്ണ അകത്ത് എന്നപ്പോഴേ വിശപ്പ് അങ്ങ് കെട്ടു. നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ അച്ഛൻ മേടിച്ചെന്ന മാല അതെനിക്ക് വേണം. ഞാൻ എടുത്തിട്ടില്ലെന്ന് മലയാളത്തിലല്ലേ നിന്നോട് പറഞ്ഞത്? വിശ്വാസമില്ലെങ്കിൽ വേണ്ട. അമൃതേട്ട പ്ലീസ്, ആ മാല എനിക്ക് തിരിച്ചു താ. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? തിരിച്ചു മേടിക്കാനൊക്കെ എനിക്കറിയാം. എന്നാ വാങ്ങിക്കും. അച്ഛാ, സിദ്ധു ഇങ്ങോട്ട് മാറ. അച്ഛാ,